PDP എന്നുപോലാണ് LDF വർഗീയ കക്ഷി അല്ലാതായത്. ഞങ്ങൾ എല്ലാ കാലത്തും PDP സംബന്ധിച്ചിടത്തോളം അതിന്റെ കൃത്യമായ നിലപാടിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് വിശകലനം ചെയ്യുന്നത്. ഇത് ഇത്ര കൊല്ലം കൊണ്ടല്ല. എല്ലാവർക്കും അറിയാലോ, PDP എടുത്തുകൊണ്ടിരിക്കുന്ന ആദ്യത്തെ നിലപാടുകൾ ശരിയായ നിലപാടായിരുന്നില്ല. അത് കഴിഞ്ഞ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ വേട്ടയാടാൻ നടത്തിയിട്ടുള്ള ശ്രമമാണ് പിന്നീട് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പീഡിപ്പിക്കപ്പെട്ട പ്രസ്ഥാനമായിട്ട് നിൽക്കുകയാണെന്ന്. അതാ ഞാൻ ഫസ്റ്റിലേ പറഞ്ഞത്, നിങ്ങൾ കേട്ടില്ലേ? നിലപാട് മാറ്റിയാൽ കൂട്ടാന്നുള്ളതാണ്. ഇപ്പൊ ആര്യാ കൂട്ടാ? സതീശനെ കൂട്ടും. RSS മാറ്റിയാലും നിലപാട് സതീശനെ കൂട്ടില്ല. RSS നിലപാട് മാറ്റിയാലും ആരായാലും കൂട്ടും. ജമാഅത്തെ ഇസ്ലാം ഉൾപ്പെടെയുള്ള ഏത് പ്രസ്ഥാനമായാലും അവരുടെ നിലപാട് വർഗീയ നിലപാടിൽ നിന്ന് മാറ്റം വരുത്തി ജനാധിപത്യപരവും പുരോഗമനപരമായ നിലപാട് സ്വീകരിക്കുന്ന ആരുമായിട്ടും കൂട്ടുചേരുന്നതിന് ഞങ്ങൾക്ക് പ്രയാസമില്ല. മനോഹരം, ഗംഭീരം. അഡ്വക്കേറ്റ് ജയശങ്കർ നമുക്കൊപ്പം ചേരുന്നു. അഡ്വക്കേറ്റ് ജയശങ്കർ, അല്പസമയം മുമ്പാണ് MV ഗോവിന്ദൻ CPM സംസ്ഥാന സെക്രട്ടറി പറയുന്നത് നിലപാട് മാറ്റി വന്നാൽ ആരെയും സ്വീകരിക്കും. ഇടതുമുന്നണിക്ക് ഒരിക്കലും സ്വീകരിക്കാൻ കഴിയാത്ത ചില രാഷ്ട്രീയ പാർട്ടികളും സംവിധാനങ്ങളും നേതാക്കളും ഉണ്ടല്ലോ, പക്ഷെ അവരെയൊക്കെ സ്വീകരിക്കാമെന്ന നിലപാടിലേക്ക് CPM എത്തിക്കഴിഞ്ഞു. അങ്ങനെ കരുതേണ്ടതുണ്ടോ ഈ പ്രസ്താവന? ഇത് പിടിച്ചു നിൽക്കാനുള്ള ബാലിന്റെ പലട്ടാവ് തടവാ. നിലപാട് മാറ്റി വന്നാൽ സ്വീകരിക്കാം എന്നാണല്ലോ അദ്ദേഹം പറഞ്ഞത്. നിലപാട് എന്താണെന്നും എങ്ങോട്ടാണ് മാറ്റുന്നത് എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. ഈ പാർട്ടികളൊക്കെ നിലപാട് മാറ്റിയിട്ടാണ് വന്നത് എന്ന് വേണം അദ്ദേഹം പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കേണ്ടത്. ഇപ്പോ 2015 വരെ വെൽഫെയർ പാർട്ടിയുമായിട്ടും അതിനു മുമ്പ് ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടും CPM സഹകരിച്ചിരുന്നു. അതെന്തിനാടാ പന്നിപ്പ പറഞ്ഞതല്ല, പിന്നീട് വരെ അവസരം കിട്ടിയില്ലെങ്കിൽ അവരുടെ നിലപാടിൽ ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. അവർ അന്നും ഇന്നും എന്നും മതരാഷ്ട്രവാദികൾ തന്നെയാണ്. ഈ രാജ്യത്ത് ഹുക്കുമത്തെ ഇലാഹി ഉണ്ടാക്കാൻ താല്പര്യപ്പെടുന്നവരാണ്, താല്പര്യപ്പെട്ടുകൊണ്ടിരിക്കുന്നവരാണ്. അപ്പൊ ചേട്ടൻ തറയാണല്ലേ? ആ കാര്യം ഗോവിന്ദൻ മാഷിനും അറിയാം, പിണറായി വിജയനും അറിയാം, കോടിയേരി ബാലകൃഷ്ണനും അറിയാമായിരുന്നു. പിന്നെ അവരുമായിട്ട് ചേർന്നതെന്ന് വെച്ചാൽ അവരുടെ കയ്യിൽ 10-12 വോട്ടുണ്ട്. വലിയ ഒരു വോട്ട് ബാങ്കൊന്നുമില്ല. എങ്കിൽ പോലും എട്ടണമെങ്കിൽ എട്ടണ കിട്ടിയതായി എന്നുള്ള രീതിയിൽ അവരുമായിട്ട് കൂട്ടിച്ചേർന്നു. അവരിപ്പോ UDFന്റെ കൂടെ പോയപ്പോൾ ഇവര് മതരാഷ്ട്രവാദികളായി, മതമൗലികവാദികളായി, ആ വിധ്വംസക ശക്തിയായിട്ട് മാറി. ഇത്രയുള്ള നിലപാട് അത് തന്നെയാണ് PDPയുടെ അവസ്ഥ. ഈ PDP 2001 തെരഞ്ഞെടുപ്പിൽ എന്ത് നിലപാട് സ്വീകരിച്ചു, 2006 തെരഞ്ഞെടുപ്പിൽ എന്ത് നിലപാട് സ്വീകരിച്ചു. പിന്നീട് അബ്ദുൽ നാസർ മദനി ജയിൽ മോചിതനായി വന്നപ്പോൾ അന്ന് കേരളം ഭരിച്ചിരുന്ന ഇടതുപക്ഷ മന്ത്രിസഭയിലെ 3 മന്ത്രിമാർ അദ്ദേഹത്തിന്റെ സ്വീകരണ മഹായോഗത്തിൽ പങ്കെടുത്തു. ഈ ശംഖുമുഖത്ത് CPMന്റെ വലിയ ജാഥ സമാപിച്ചപ്പോൾ അച്യുതാനന്ദനെ കണ്ടപ്പോൾ എഴുന്നേക്കാതിരുന്ന പിണറായി വിജയൻ എടപ്പാളിൽ അബ്ദുൽ നാസർ മദനിയെ കണ്ടപ്പോൾ എഴുന്നേറ്റുന്നു, അതല്ല അദ്ദേഹത്തെ ആലിംഗനം ചെയ്തു. അതാണ് നിലപാട് മാറ്റം. അപ്പൊ അച്യുതാനന്ദന്റെ നിലപാടാണോ മദനിയുടെ നിലപാടാണോ കൂടുതൽ സ്വീകാര്യം എന്നുള്ള കാര്യമാണ്. ആ വീരാൻകുട്ടി ചോദിച്ചു കേട്ടില്ലേ, കാരണം അവർക്ക് ഉത്തരം മുട്ടിപ്പോയില്ലേ, നാണക്കേടായി. ഇതൊക്കെ കാലാകാലങ്ങളിൽ വൈറ്റിപ്പഴപ്പിന്റെ ഭാഗമായിട്ട് ഓരോ നേതാക്കന്മാർ പറഞ്ഞുകൊണ്ടിരുന്നാണ്. ഗോവിന്ദൻ മാഷും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നീ ആളൊരു തരികിടയാ, നിന്നെ വിശ്വസിക്കാൻ കൊള്ളില്ല. അതിൽ കവിഞ്ഞ രാഷ്ട്രീയമൊന്നും ഇതിനകത്തില്ല. സന്ദീപ് വാര്യർ BJPയുമായിട്ട് തെറ്റിപ്പിരിഞ്ഞു വന്നപ്പോൾ അദ്ദേഹത്തെ ആദ്യം സ്വാഗതം ചെയ്ത ഇടതുപക്ഷ നേതാക്കളാണ്. അദ്ദേഹം ആ ചാക്കിൽ കയറാതെ കോൺഗ്രസിലേക്ക് പോയപ്പോൾ വെറുക്കപ്പെട്ടവരായി, അറക്കപ്പെട്ടവനായി. സ്വാഭാവികം. അവരുടെ കൂടെ നിൽക്കുമ്പോൾ അതൊക്കെ പുരോഗമനം, നവോത്ഥാനം, പീഡിപ്പിക്കപ്പെട്ടവരുടെ പാർട്ടി, മർദ്ദിതരുടെ പാർട്ടി, വേദന അനുഭവിക്കുന്നവരുടെ പാർട്ടി. അവരെ എതിർക്കുമ്പോൾ അത് മതമൗലികവാദം, ഗുണ്ടായുസം, വിധ്വംസക പ്രവർത്തനം. അത്രേ ഉള്ളൂ. ഇത്രയ്ക്ക് ചീപ്പാവുണ്ടായിരുന്നു. ഈ PDP ഒപ്പം ജമാഅത്തെ ഇസ്ലാമി, ഇടതുമുന്നണിയും ഒപ്പം UDFും പിന്തുണ പ്രഖ്യാപിച്ച 2 വിഭാഗങ്ങളാണ്. കണക്ക് പരിശോധിക്കുമ്പോൾ നിലമ്പൂർ രാഷ്ട്രീയത്തിൽ ഇവർക്ക് അത്ര കണ്ട് വലിയ സ്വാധീനമുണ്ടോ എന്ന സംശയമുണ്ട്. കാരണം ഇവർക്ക് അത്ര വലിയ വോട്ട് സ്വാധീനമുള്ളതായി നമുക്ക് കണക്കുകളില്ല. ഒരുപക്ഷെ ഇനി ഈ നിലമ്പൂരിനപ്പുറമുള്ള ഒരു രാഷ്ട്രീയ സാധ്യതയ്ക്ക് വേണ്ടിയാണോ ഇപ്പോൾ ഇത്തരം പ്രസ്താവനകൾ, വിട്ടുവീഴ്ചകൾ സ്വീകരിക്കുന്നതിന് കാരണം? എന്റെ ഊഹാപോഹം ശരിയാണെങ്കിൽ PDPയെ സംബന്ധിച്ചോളം പറഞ്ഞ ആ പാർട്ടിക്ക് ഒരു കാലത്ത് ജനങ്ങളുടെ ഇടയിൽ ചെറിയൊരു സഹാനുഭൂതി, പ്രത്യേകിച്ച് മത ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ, മുസ്ലിങ്ങളുടെ ഇടയിൽ ഒരു സഹാനുഭൂതി ആ പാർട്ടിയോടുണ്ടായിരുന്നു. അതിന്റെ നേതാവ് അബ്ദുൽ നാസർ മദനി ആ ഒരു കാലത്ത് തീപ്പൊരി പ്രസംഗങ്ങൾ നടത്തിയ ആളുകളെ കൂട്ടിയിരുന്നു. പിന്നീട് അദ്ദേഹം ജയിൽവാസം അനുഭവിക്കുന്ന കാലത്ത് അദ്ദേഹത്തോട് പൊതുവെ ഒരു സഹാനുഭൂതി ഉണ്ടായിരുന്നു. അതൊന്നും ഇപ്പോഴത്തെ കാലത്തില്ല. ഇന്നിപ്പോ PDP എന്ന് പറഞ്ഞ പാർട്ടി കടലാസിൽ മാത്രമേ ഉള്ളൂ. അത് ലെറ്റർ ഹെഡും സീലും മാത്രമുള്ള ആ ഒരു പാർട്ടിയാണ്. ഒരു അണഞ്ഞു പോയ തീക്കനൽ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ കാറ്റ് പോയ ബലൂൺ എന്ന് നമുക്ക് ആലങ്കാരികമായിട്ട് പറയാം. അത്രേ ഉള്ളൂ. അതിന് പ്രത്യേകിച്ച് യാതൊരു സ്വാധീനവും ഇല്ല. മലബാറിലും ഇല്ല, തിരുവിതാംകൂറിലും ഇല്ല, ഒരു സ്ഥലത്തും ഇല്ല. പക്ഷേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇവൻ നേരും നിറവുള്ളവനാ അല്ലടാ. കണ്ടോ, ജമാഅത്തെ ഇസ്ലാമി അങ്ങനെയല്ല. അത് ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്ന മുസ്ലിം ബ്രദർഹുഡിന്റെ ഒരു ഇന്ത്യൻ രൂപമാണ്. അത് വിധ്വംസക പാർട്ടി തന്നെയാണ്, യാതൊരു സംശയവും. PDP പോലെയല്ല, അതിനേക്കാളൊക്കെ ഗുരുതരമായ ഒരു രാഷ്ട്രീയ അസംബന്ധമാണ്. കൂടുതൽ വിശദീകരിക്കണോ? ഈ പാകിസ്ഥാനിൽ അല്ലെങ്കിൽ
ബംഗ്ലാദേശിൽ ഇപ്പൊ നടക്കുന്ന ഈ പ്രതിവിപ്ലവത്തിന്റെ സൂത്രധാരന്മാര് ജമാഅത്തെ ഇസ്ലാമിക്കാരാണ്. അവർ പിൻസീറ്റിൽ ഇരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. മുമ്പിൽ മുഹമ്മദ് യൂനിസിനെ നിർത്തിയിരിക്കും. അപ്പൊ അങ്ങനെ അത്യന്തം അപകടകരമായ ഒരു രാഷ്ട്രീയ ആദർശത്തെയും പ്രത്യയശാസ്ത്രത്തെയാണ് അവർ പ്രതികരിക്കുന്നത്. ഇത് സതീശന് അറിയാൻ പാടില്ലാത്തതല്ല, ഇത് സണ്ണി ജോസഫിന് അറിയാൻ പാടില്ലാത്തതല്ല, കുഞ്ഞാലിക്കുട്ടിക്ക് അറിയാൻ പാടില്ലാത്തതല്ല. 10 വോട്ട് കിട്ടും എന്ന് വിചാരിച്ചു. ഭയങ്കര കോമ്പറ്റീഷനാണ്. ഇമാരി അൽക്കുലത്ത് പരിപാടിയിലാണ്ട് പിടിച്ചെടുക്കാൻ പറ്റില്ലെന്ന് അവരെ കൂടെ കൂട്ടിയിരിക്കുകയാണ്. നിലമ്പൂരിൽ അവരുടെ വോട്ടൊന്നും ആര്യയുടെ ഷൗക്കത്തിന് കിട്ടുമെന്നില്ല. കാരണം ഷൗക്കത്ത് ജമാഅത്തെ ഇസ്ലാമിക്കും അവരുടെ മതമൗലികവാദ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിനും എതിര് നിന്നുള്ള ആര്യാടൻ മുഹമ്മദിന്റെ മകനാണ്. ഷൗക്കത്ത് തന്നെ അതിനെ എതിർക്കുന്ന ആളാണ്. അദ്ദേഹത്തിന് ഇവരുടെ ഒരു വോട്ട് പോലും കിട്ടുകയില്ല. അത് യാതൊരു സംശയമില്ലാത്ത കാര്യം. ഇതിനപ്പുറത്തേക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്ക്, നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഒരു പാലം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അവരുടെ പിന്തുണ സ്വീകരിക്കും. ആര്യാടൻ മുഹമ്മദിനോട് വ്യക്തിപരമായിട്ട് ചോദിച്ചാൽ അത് എനിക്ക് അവരുടെ വോട്ട് വേണ്ട എന്ന് പറയും. വേണമെന്ന് പറഞ്ഞാൽ അവരോട് വോട്ട് ചെയ്യുകയുമില്ല. അത് വേറെ കാര്യം. എന്തായാലും പെട്ടുപോയില്ലേ, ഇനിയിപ്പോ വരുന്നിടത്ത് വെച്ച് കാണാൻ. Bing bing boo.